നമസ്കാരം, ഞാൻ സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്, ലീഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ. മാർക്കറ്റ് ഇന്ന് കണ്ണീരിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഡൊണാൾഡ് ട്രംപ് എല്ലാം തന്നെ 47ാമത് പ്രസിഡൻ്റായിട്ട് US വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ ഒരു ഷൈനിങ് മാർക്കറ്റിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാം കീഴ്മേൽ മറിഞ്ഞു. സെൻസെക്സ് 1300 പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും എല്ലാം തന്നെ ഭീകരമായ തോതിൽ മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ചാർട്ടിൽ കാണാം, സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ആദ്യം 21,150 സപ്പോർട്ട് എടുത്തു. വീണ്ടും ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ലേക്ക് നിഫ്റ്റി വന്നു. അതിനുശേഷം ശക്തമായിട്ട് ഒരു സെൽ ഓഫ് കണ്ടു. നേരത്തെ നമ്മൾ 21,150 വീണ്ടും സപ്പോർട്ട്, വീണ്ടും ഒരു തിരിച്ചവരിന് വേണ്ടി ശ്രമിച്ചു. 21,300 റേഞ്ചിൽ റെസിസ്റ്റൻസ്, പിന്നെ നിഫ്റ്റി ശക്തമായ രീതിയിൽ താഴേക്ക് പതിച്ചു. ഇന്ന് ട്രെൻഡ്, അദാനി പോർട്ട്, NTPC, ICICI ബാങ്ക്, SBI തുടങ്ങിയ സ്റ്റോക്കുകളാണ് വലിയ തോതിൽ നിഫ്റ്റിനെ താഴേക്ക് ഇടിച്ചിട്ടത്. അപ്പോളോ ഹോസ്പിറ്റൽ, ടാറ്റ കൺസ്യൂമർ, BPCL, JSW സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ പേരിനെങ്കിൽ കൂടിയും ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോളോ ഹോസ്പിറ്റലിലെല്ലാം തന്നെ ബെഡ് കപ്പാസിറ്റി ഉയർത്തുന്ന ന്യൂസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. ചൈന, കോസ്പി സ്ലൈറ്റ്ലി റെഡിലടച്ചു. ഓസ്ട്രേലിയ പോസിറ്റീവായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവ്. ഡോ ഫ്യൂച്ചർ എന്നാൽ ഇപ്പോൾ പോസിറ്റീവ്. ഇന്ത്യ വിക്സ് ഇന്ന് 3.5% ഒരു സ്പൈക്ക് 17 എത്തി നിൽക്കുകയാണ് ഇന്ത്യ വിക്സ്. ഗോൾഡ് $13, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം. $13 ഉയർന്ന് $2,721 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ ഫോളായി 79. ബിറ്റ്കോയിനും $5,400 ഫോളായിട്ടുണ്ട്. ബിറ്റ്കോയിനിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇനി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക് 14% ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഈ ഡിക്സൺ ടെക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തതാണ് കാരണം. അതുപോലെ തന്നെ ആംബർ എൻ്റർപ്രൈസസ്, കൈനസ് ടെക്നോളജി തുടങ്ങിയ കമ്പനീസും 8%-ലേറെ ഫോളായിട്ടുണ്ട്. ഫുഡ് ഡെലിവറി കമ്പനിയായിട്ടുള്ള സൊമാറ്റോയും ഇവരുടെ എക്സ്പാൻഷനെല്ലാം തന്നെ സ്ലോ ഡൗൺ ആയേക്കാം എന്നുള്ള കാരണം കൊണ്ട് ഇന്ന് 10% ഇടിവ് രേഖപ്പെടുത്തി. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി, ബ്രോക്കറിംഗ് സ്ഥാപനമായിട്ടുള്ള ജെഫ്രീസ് ഡൗൺഗ്രേഡ് ചെയ്തു. 17% ഭീകരമായ ഇടിവ്. ട്രെൻഡ് നിഫ്റ്റി 50-ൽ അടുത്തിടെ ഇടം പിടിച്ച എല്ലാ ആൾക്കാരെ കണ്ണിൽ ഉണ്ണിയായിരുന്ന ട്രെൻഡ് ഇന്നൊരു 6% ഇടിവ്. അതുമാത്രമല്ല, HDFC, HUL എന്ന് പറഞ്ഞാൽ FMCGയിലെ ലീഡിംഗ് കമ്പനി, HDFC ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി, ഇവരുടെ എല്ലാം തന്നെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ടിന് മുമ്പേ തന്നെ മാർക്കറ്റ് ഇത്ര വലിയൊരു ഇടിവിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് ബാങ്ക് നിഫ്റ്റിനെ തന്നെ വലിയ തോതിൽ ഒരു 1000 പോയിൻറ്റ് രണ്ട് സൈഡിലേക്കും മൂവ്മെൻറ്റ് ചെയ്യാൻ തക്കവണ്ണം കേപ്പബിൾ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് HDFC ബാങ്കിൻ്റെ റിസൾട്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടിവ് വളരെയധികം സർപ്രൈസിങ് ആണ്. കാരണം അതിന് മുമ്പ് മാർക്കറ്റ് മ്യൂട്ടഡ് ആവാറാണ് പതിവ്. കാരണം എന്താണെന്ന് ആളുകൾക്ക് കൃത്യമായിട്ട് ധാരണയില്ല. അതായത് HDFC ബാങ്ക് ശക്തമായ റിസൾട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിരുന്നു ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഒക്കെ ഗ്യാപ്പ് അപ്പ്, അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് മാർക്കറ്റ് റിസൾട്ടിന് മുമ്പേ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയത്. അത് വളരെയധികം സർപ്രൈസിങ് ആയി. കല്യാൺ ജ്വല്ലേഴ്സ് ഇടിവ് തുടർന്നു. പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തു. ഇനി എന്താണ് ഇടിവിന് കാരണം? ഒരു പാനിക് സെല്ലിംഗ് ആണോ, അതോ ട്രംപിൻ്റെ പുതിയ നയങ്ങളാണോ? WHO നിന്നെല്ലാം തന്നെ അമേരിക്ക പിന്മാറി. പാരീസ് ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് അമേരിക്ക പിന്മാറി. മെക്സിക്കോയിൽ സൈന്യത്തെ വിന്യസിച്ചു. അതായത് അമേരിക്കയിലേക്ക് ഇനി ഒരു അമേരിക്ക അറിയാതെ ഒരു അൺഓതറൈസ്ഡ് എൻട്രി ഇല്ല. ഇവിടെ ഈവൻ അവിടുത്തെ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക കാറ്റഗറിയിൽ നിന്നൊക്കെ ഒരു സിറ്റിസൺഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും പിൻവലിച്ചു. അതായത് അമേരിക്കൻ സിറ്റീസിന് അല്ലെങ്കിൽ അമേരിക്കക്ക് പ്രാതിനിധ്യം കൊടുത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് പറയാൻ കാരണം ചൈനീസ് പ്രസിഡന്റ് ഉൾപ്പെടെ ട്രംപിൻ്റെ ആ ഒരു ഇനാഗ്രേഷൻ സെറമണിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താനൊന്നും തന്നെ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ മുൻനിർത്തി ആണ് ഇനി US പ്രവർത്തിക്കാനായിട്ട് പോവുക. അപ്പോൾ അത് എത്രമാത്രം ഇനി ഇന്ത്യക്ക് ഗുണകരമാകും അല്ലെങ്കിൽ ദോഷകരമാകും? ഇനിയിപ്പോൾ ട്രംപ് റഷ്യക്കെതിരെ എന്തെങ്കിലും ഉപരോധം ഒക്കെ ഏർപ്പെടുത്തിയാൽ പോലും അത് ഇന്ത്യനെ ബാധിക്കും. കാരണം
എയർലൈൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് എല്ലാം തന്നെ വലിയ തോതിൽ ക്രൂഡ് എല്ലാം തന്നെ ഡിസ്കൗണ്ട് പ്രൈസിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അത് ബൈഡൻ ഗവൺമെൻറ് ഉണ്ടായ സമയത്തും അവരുടെ എതിർപ്പുകളെല്ലാം തന്നെ അവഗണിച്ച്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ല. അതെല്ലാം തന്നെ കലങ്ങി തെളിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകൾ. യുസിഒ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 27% സ്പൈക്ക് ചെയ്തു. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് കമ്പനി 40 കോടി രൂപ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ചു. ഇൻഡോ റെമഡീസ് കമ്പനി 26 കോടി രൂപയുടെ ലോസ് ഉണ്ടാക്കി. അപ്പോൾ Q3 ഫലങ്ങൾ അത്ര കേമമല്ല, അത് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തവണ വന്ന Q3 ഫലങ്ങൾ അത്ര കേമമല്ല. പക്ഷേ ഓൾറെഡി തന്നെ നിഫ്റ്റിയുടെ പീനെ കുറച്ച് ആളുകൾ പറയാറുണ്ടായിരുന്നു. പ്രീ കോവിഡ് ലെവലിൽ നിഫ്റ്റിയുടെ പി എത്രയാണോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ പി ഉള്ളത്. നിഫ്റ്റി ഓവർ വാല്യൂ ആയിട്ടൊന്നല്ല മാർക്കറ്റിൻ്റെ ഒരു ഇടിവുണ്ടായിട്ടുള്ളത്. നേരെ മറിച്ച് FISൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഒരു കനത്ത സെൽ ഓഫ് ഒക്കെയാണ് ഉള്ളത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ അമേരിക്കയിലെ ട്രഷറി ബോണ്ട് ഈൽഡ്, US-ലെ ഇൻഡെക്സ്, ഡോളർ ഇൻഡെക്സ് സ്പൈക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈങ് ആയിട്ട് ഓൺഗോയിങ് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് വരികയാണ്. അതിൽ എന്തെങ്കിലും ഈ FISന് അവരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാം തിരികെ എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.